അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കർത്താവായ യേശു നാം ഓരോരുത്തരോടും ഇന്നും ഈ വചനമാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം ആയിരിക്കണം നമ്മുടെ മാതൃക. സൽഗുണപൂർണരാകുവിൻ എന്ന് ക്രിസ്തു പറയുന്നത് എന്താണെന്ന് നാം ഇതിന് തൊട്ടു മുൻപുള്ള വചനങ്ങളിൽ നോക്കുമ്പോൾ 44-ാം വാക്യത്തിൽ കർത്താവായ യേശു ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മുടെ മാതൃക മനുഷ്യരല്ല, നമ്മുടെ മാതൃക സ്വർഗീയ പിതാവാണ്. ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് കർത്താവായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരെക്കാൾ നല്ലവരാകുക എന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുക എന്നതാണ്. ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സൽഗുണ പൂർണ്ണത സ്നേഹത്തിൽ പ്രകടമാക്കുവാനാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് എളുപ്പമാണ്. നമ്മോട് നന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുന്നതും എളുപ്പമാണ്. എന്നാൽ നമ്മെ വേദനിപ്പിച്ച ഒരാളോട് നന്മ ചെയ്യാൻ കഴിയുമോ? നമ്മെ അപമാനിച്ച ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നമ്മെ വെറുക്കുന്ന ഒരാളോട് സ്നേഹം കാണിക്കുവാൻ കഴിയുമോ എന്ന് കർത്താവായ യേശു നമ്മോട് ചോദിക്കുന്നു. അവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കേണ്ടുന്നത്. റോമർ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിറയുമ്പോൾ അർഹതയില്ലാത്തവരോടും സ്നേഹം കാണിക്കാൻ കഴിയും. എന്നാൽ ഇത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം ജീവിക്കുമ്പോൾ ഇത് സാധ്യമാകുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ വളരുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അനുദിനം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് രൂപാന്തരപ്പെടുന്ന ജീവിതം നാം നയിക്കണം. ഓരോ ദിവസവും യേശുവിനോടൊപ്പം വസിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിനനുരൂപമായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നതായി തീരണം. നാം എങ്ങനെ സംസാരിക്കുന്നു, നമ്മോട് തെറ്റ് ചെയ്തവരോട് എങ്ങനെ പെരുമാറുന്നു, നാം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നിങ്ങനെയുള്ള സകലത്തിലും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കണം. ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന ജീവിതം നാം അനുദിനം നയിക്കണം. നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. നമ്മുടെ സ്വന്തം കഴിവിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ആശ്രയിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും പ്രതിഫലനമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല,
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരെയും സ്നേഹിക്കുവാൻ കൃപ തരണമേ. ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും നന്മ ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ ദിവസവും കർത്താവായ യേശുവിനെ പോലെ വളരുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് മഹത്വം കൊണ്ടുവരുന്നതായി തീരട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.